ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു പുതിയ വാൾ ഡെക്കോറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബട്ടർഫ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്രയും എണ്ണം നിങ്ങൾക്ക് എടുക്കാം. ഞാനെടുത്തപ്പോൾ കുറച്ച് ഓവറായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് തുറന്നു കഴിയുമ്പോഴാണ് ബട്ടർഫ്ലൈ ആവുക. പിന്നെ ഇതാ ഞാൻ ഇതുപോലൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ എന്തോ തോന്നിയതാണ് ചെയ്തത്. പിന്നെ ഞാൻ ആ ഒഴുകി വരുന്ന സ്ഥലത്തോടെ ബ്ലാക്ക് അടിച്ചാലോ എന്ന് വിചാരിച്ചു, പക്ഷേ അത് കോളാവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ വേറെ എന്തൊക്കെയോ ബട്ടർഫ്ലൈസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരെണ്ണം മാത്രമേ ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്തുള്ളൂ. പിന്നെ ഇത് നൂലാണ്. സാധാരണ അമ്മമാർ തയ്യൽ മെഷീനൊക്കെ തുണി തയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ത്രെഡാണ് കേട്ടോ. അപ്പോൾ അതിന് കട്ടി കുറവാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച് പിടിച്ച് അതിലോട്ട് ഫെവിക്കോൾ പശ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലോട്ട് ഈ ബട്ടർഫ്ലൈസൊക്കെ അറഞ്ചം പൊറഞ്ചം അങ്ങോട്ട് ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളത് ആ പേപ്പറിലോട്ട് ഞാൻ ബാക്കി വന്ന കുറേ ബട്ടർഫ്ലൈസൊക്കെ ഒട്ടിച്ചു കൊടുത്തോട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരെണ്ണം ബാക്കി വന്നായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതിലോട്ട് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്, അതായത് വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ആ നൂലുകളും ഒട്ടിച്ച് വെച്ചു. പക്ഷേ എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ബട്ടർഫ്ലൈസ് നൂലിൽ ഒട്ടിച്ച സമയത്ത് കുറച്ച് അധികം പശയായി പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് അതെന്തോ ഉണങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്മോൾ പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചു. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വൈറ്റ് പേപ്പേഴ്സിന് പകരം ബ്ലാക്ക് പേപ്പർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം വാൾ ഡെക്കോർ ആണല്ലോ. അപ്പോൾ വൈറ്റ് വാളിൽ ഇത് ഹാങ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ആണെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയുണ്ടാവും. അതിപ്പോൾ വൈറ്റും ആയിട്ട് എന്തോ ഒരു ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.